മെൻസ്ട്രേഷൻ്റെ ലീവ് അപ്പം അത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര ചർച്ചകൾ വന്നിരിക്കുകയാണല്ലോ. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒത്തിരി ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും കാണുന്നത് ഇതൊരു ഭയങ്കര ആശ്വാസം. അതിൽ തമ്പിക്ക് എങ്ങനെ തോന്നിയിരിക്കുന്നത്? തമ്പിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെങ്കിലും ഇങ്ങനത്തെ മെൻസ്ട്രേഷൻ ഡേയിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് 2 days എങ്കിലും ഒരു ലീവ് കിട്ടിയാൽ കൊള്ളാം, ഒന്ന് റെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടില്ലേ? അതെ, ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അന്നൊരു ടാബുമായിട്ട് കണ്ടിരുന്ന ഒരു കാലമാണല്ലോ നമുക്കൊക്കെ ഉള്ളത്. അതായത് നമുക്ക് പീരീഡ്സ് ആയിരുന്നൊക്കെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഷെയിമാണ്. ആൺകുട്ടികൾ അറിഞ്ഞതിനെ പറ്റി പിന്നെ പറയേ വേണ്ട, അത് നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ആ ഫീലിങ്സ് അപ്പാർട്ട് നമ്മളതിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജുകളുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു ഈ മെൻസ്ട്രേഷൻ വരുന്നതിന് മുമ്പ് ഒരു പ്രീ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലുണ്ടാവുന്ന സ്ട്രെസ്, ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ്സ്, ഇതെല്ലാം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇന്ന് സ്കൂളിൽ പോവാതിരുന്നെങ്കിൽ എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്കൊക്കെ തുടങ്ങുന്ന സമയം മുതൽ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തമ്പി ഏത് സമയത്താണ്? എനിക്കൊരു 9 ആവുമ്പോഴാണ് അങ്ങനത്തെ ഈ സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊക്കെ വീഴുന്നതേ ഉള്ളൂ. പക്ഷെ ആ ടൈമിൽ ഈ പാഡ് മാറ്റാനുള്ള ഒരു സൗകര്യമില്ലാത്ത സ്കൂളുകൾ നമ്മൾ ഒളിപ്പിച്ചൊക്കെ പാഡ് കൊണ്ട് പോകുന്നത് എന്തോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെയാണ്. പിന്നെ ടീച്ചേഴ്സിനോട് നമുക്കിത് പറയാൻ പറ്റില്ല, കാരണം ഇതെന്താ ടാബുവാണല്ലോ. മെൻസ്ട്രേഷനെ കുറിച്ച് ആരോടും പറയാൻ പാടില്ല, എന്തോ പറയാൻ പാടില്ലാത്ത സംഗതി. പ്രത്യേകിച്ച് മെയിൽ ആയിട്ടുള്ള ടീച്ചേഴ്സും കൂടെ ആണെങ്കിൽ പറയേ വേണ്ട, അവരറിയാന്നുള്ള. ക്ലാസ്സിലെ ആൺകുട്ടികൾ പറഞ്ഞ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ ടീച്ചേഴ്സ് തന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ പഠിച്ചൊക്കെ വന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ അതിന് കുറെയൊക്കെ മാറിയൊക്കെ കുറെ എഡ്യൂക്കേഷനൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും സ്റ്റിൽ ആ ടാബു ഒക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ തീരുമാനം വന്നപ്പം ശ്രീലേഖ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നാണക്കേടാണ്. അതൊരു സ്വകാര്യ അഭിമാനമാണ്. അത് ബാക്കിയുള്ളവരുടെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോവാതിരിക്കുമ്പോൾ ഇത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നാണക്കേടാണ്. നാണിക്കാൻ എന്താണ് പലരും ആ ഒരു അഭിപ്രായം പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ചിലരുടെ അഭിപ്രായം കേൾക്കുന്നത് ഈ സ്വാതന്ത്ര്യം, അതായത് ഇക്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ സമത്വം എന്നുള്ള സമൂഹത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു സംഗതി വന്നത്? 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, പെൺകുട്ടികൾക്ക് പഠിക്കുന്നതിൽ നിന്നുള്ള ഒരു സമയത്ത് ലീവ് ഉണ്ടായിരിക്കും, 2 ദിവസം ലീവ് പോയ എന്തോ വലിയൊരു പ്രശ്നമാണെന്നുള്ള സംഭവം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രം ഇങ്ങനെ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. സത്യത്തില് എനിക്ക് തോന്നുന്നത് ഇവർക്ക് അത് എന്താണ് ഈ സംഗതി ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു ജൈവികമായിട്ടുള്ള സംഗതിയാണെന്ന് അതിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിന് ആ സമയത്ത് നമുക്ക് എന്താണ് സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവവും ഒരുപോലെ ചെയ്യണം എന്നല്ല, ഓരോ കാര്യത്തെയും ഓരോ രീതിയിൽ അഡ്രസ്സ് ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തന്നെ. അപ്പം ഒരാൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേ ലൈനിൽ തന്നെ എല്ലാത്തിനെ സോൾവ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികൾക്ക് പല പെൺകുട്ടികൾക്കും ഭയങ്കര ആശ്വാസം. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിനും ഇതെങ്ങനെയെങ്കിലും അത് പീരീഡ്സ് ക്രാംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ ഭയങ്കര കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് എക്സ്പോസ് ആവുന്നു, ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല, ആരോട് പറയണം എന്നറിയില്ല, നമുക്ക് ഭയങ്കര ഇമ്മൻസ് ആയിട്ടുള്ള പെയിൻ വരുന്നു, ചില സമയത്ത് ബ്ലീഡിങ് ഹെവി ആയിരിക്കും, അങ്ങനത്തെ ലീക്ക് ആവുന്നത് സാധാരണ ഇപ്പൊ എത്രയോ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നമായിട്ട് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് മാറ്റാൻ ഒരു സൗകര്യമില്ല നമ്മുടെ സ്കൂൾ ബാത്റൂമിൽ. ഇപ്പൊ ഇൻസിനേറ്റർ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും പെൺകുട്ടികൾ ഈ ദിവസങ്ങളിൽ ബാത്റൂംസ് യൂസ് ചെയ്യാതിരിക്കില്ല. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകളാകുമ്പോൾ അതും ഒരു കൺസേൺ ആയിട്ട് വരുന്ന ഒരുപാട് ആൻസൈറ്റി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇത് നിർബന്ധിത അവധി പോലും അല്ല. ഇത് ഈ ആർത്തവ ദിവസങ്ങളിൽ അവധി എടുത്തേ പറ്റുള്ളൂ എന്നല്ലോ പറയുന്നില്ല. അപ്പൊ നിനക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിനക്കത് അവധി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ അനുഭവം വയ്ക്കുകയാണെങ്കിൽ ഞാനൊക്കെ ആർത്തവ ദിനങ്ങളിൽ ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ സ്കൂളിലായിരുന്നു പോകാൻ പറ്റില്ല. കാരണം അത്രയും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമ്മൾ ലീവ് ആക്കേണ്ട സാഹചര്യം. അപ്പൊ മാസത്തിൽ 2 ലീവ് തന്നെ അതിനുവേണ്ടി മാത്രം വരുന്നൊരു ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊരു വലിയ കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇതിനെ നാണക്കേടായിട്ട് തന്നെ കാണുമെന്നുള്ളതാണ്. അതും ഒരു എക്സ് IPS ഓഫീസർ തന്നെ ഇതിനെ വലിയൊരു ടാബുമായിട്ട് നാണക്കേടായിട്ടും പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് കാണുന്നത്. ഞാൻ പറയുന്നത് അവര് മാത്രമൊന്നും അല്ല തമ്മിൽ, നമ്മള് കാണുന്ന ആൾക്കാർ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇത് ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പാഡ് യൂസ് കഴിഞ്ഞാൽ പാഡ് ഒന്ന് രഹസ്യമായിട്ട് ചോദിക്കേണ്ട എന്തോ സംഗതി മതി. അവര് തന്നെ ഒരു ഒളിമറ എന്താ പറഞ്ഞത് ഏതാ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളിപ്പോ പറയാണ് പൊതിയൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവർക്ക് ചേട്ടാ പുതിയണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ നമ്മുടെ അത്ഭുതം കാണിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സംഗതി പുതിയാതെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഇത് ഉള്ളതാണ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ഇങ്ങനത്തെ ഒരു അവധി വന്നു, ആ അവധി ഞങ്ങൾ എടുക്കുകയാണെന്നൊക്കെ പറയുന്നത് സത്യത്തില് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് അവർ കൊണ്ടുവരാൻ. അതിന്റെ ഒപ്പം തന്നെ നമ്മള് കുട്ടികളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്, നമുക്ക് തന്നെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിട്ട്. അപ്പൊ കൊച്ചുങ്ങൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ടീച്ചർമാർ ചോദിക്കും ഇവരുടെ അടുത്ത്, എന്തിനാ നിങ്ങൾക്ക് ഇപ്പോ, ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് വന്നാലേ, ഞങ്ങൾക്കൊക്കെ ഈ വേദന അറിയാവുന്നല്ലേ, നിങ്ങൾക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത, ഒന്ന് പോവണ്ട, ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇതൊക്കെ പഠിക്കണം, അങ്ങനെ കുട്ടികളോട് പറയുന്ന ഇവര് പറയുന്നത്. എല്ലാ ടീച്ചർമാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇപ്പൊ റെസ്റ്റ് റൂമുകൾ പല സ്കൂളുകളിലും ഉണ്ടെന്നൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും. ഹൈജീൻ ആയിട്ടുള്ള ബാത്റൂമിന്റെ കാര്യത്തിൽ ഇപ്പോഴും സ്കൂളിൽ പോയാൽ ഒരു ദിവസം ഫുൾ വെള്ളം കുടിക്കാതിരുന്ന് യൂറിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പക്ഷെ ആ രീതിയിലൊക്കെ ഇതിനെ മാറ്റം അതാണ് കൊണ്ടുവരേണ്ടതെന്ന് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. പിന്നെ അതുകൊണ്ട് ശുചിമുറി കൊടുത്താൽ പോലും ഒരു മനുഷ്യനെ അനുഭവിക്കുന്നില്ല, ഒരു കുട്ടി വീടിന്റെ ഒരു കംഫർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും പീരീഡ്സ് ഒരേപോലെ അല്ല സംഭവിക്കുക, ഓരോരുത്തർക്കും ഓരോ വ്യത്യാസങ്ങളാണ് വരിക. അപ്പൊ നമുക്ക് ചില സമയം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന ആയിരിക്കും, ചില സമയം മൈഗ്രെയിൻ വരുന്നവരുണ്ട്, അതുകൂടാതെ നടുവിനും കാലിനും ക്ഷീണം വരുന്നവരുണ്ട്, മൂഡ് സ്വിങ്സ് വന്നിട്ട് ഭയങ്കര പ്രശ്നത്തിലായി പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ ഹെവി പീരീഡ്സ് ഒക്കെ ബ്ലീഡിങ് വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം, നമുക്കൊന്ന് ഇരിക്കണം, നമുക്കൊന്ന് സമാധാനമായിട്ട് വേദന എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ആ വേദനിക്കണം. നമുക്ക് വീണ്ടും സ്കൂളിൽ പോയിരുന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞ സിക്ക് റൂം എന്താണ് സിക്ക് റൂം ശരിക്കും സ്കൂളിലൊക്കെ ഉള്ളത്? ഞാനൊന്നും പഠിച്ച സ്കൂളിൽ സിക്ക് റൂം ഉണ്ടാവും, പരമാവധി പോയി എന്താണ് ഒരു ബെഞ്ചും ഡെസ്കും ഇടും, എന്നിട്ട് നമുക്ക് തല താഴ്ത്തി വെച്ച് ഇത് കൂടുതലൊരു സിക്ക് റൂമിൽ പരമാവധി പോയി കിടക്കാൻ പറ്റുമായിരിക്കും അല്ലെ. അതിലുപരിയായിട്ട് നമുക്ക് എന്താണ് ഒരു അവിടെ കിട്ടുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്തെ ശരിക്കും ഈ ഒരു തീരുമാനത്തെ വളരെ രീതിയിൽ സ്വാഗതം ചെയ്യാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നമ്മൾ ഈ ഘട്ടത്തിൽ കൂടെ കടന്നു വന്നിട്ടുള്ളൊരു ഒരാളെന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച എനിക്ക് പേഴ്സണലി തോന്നി. അത് മാത്രല്ല പല രാജ്യങ്ങളിലും ഇപ്പൊ മെൻസ്ട്രൽ ടൈമില് അവധി വരെ കൊടുക്കുന്നുണ്ട് ജോലി ചെയ്യുന്നവർക്ക്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു എന്താ പറയുക, ഭാവിയിലേക്ക് ഒരു സ്ത്രീ ആവുന്നതിന്റെ സ്വാഭാവികമായിട്ട് വളരെ ഒരു പ്രക്രിയയെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും അതിന് സെക്ഷൽ ആയിട്ടുമാണ് പല ആളുകളും കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള കമന്റ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെ ലീവ് കൊടുത്തെങ്കിൽ അവർക്ക് അങ്ങനെ ലീവ് കൊടുക്കണ്ടേ? അപ്പൊ അതിനകത്ത് ചിരിക്കുന്ന ഒരുപാട് ആളുകൾ. അതിന് പൂർണ്ണമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടുകൂടി ആയിരിക്കും അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത്. ഇതൊരു നാച്ചുറൽ ഒരു കാര്യമാണെന്നും അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ മറ്റുള്ളവരോട് കോമ്പറ്റേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ കിട്ടിയാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇപ്പത്തേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ 10 വയസ്സ് മുതലേ കുഞ്ഞുങ്ങൾ ജീവിതശൈലികളൊണ്ടായിരിക്കും പല കാര്യങ്ങളും എനിക്ക് തമാശയായിട്ട് തോന്നിയത് പല അധ്യാപകരെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പലരും പറഞ്ഞത്. നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ ഈ കുട്ടികളുടെ ലീവ് ഇത്ര നഷ്ടപ്പെടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അതിനകത്ത് എനിക്ക് 2 കാരണങ്ങളാണ് തോന്നുന്നത്. പല കാരണങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ കാര്യം ഒന്ന് ഇവരുടെ മനസ്സിലുള്ള കുറച്ച് ധാരണകളൊക്കെ അങ്ങനെ ഒരു രീതിക്ക് തന്നെയാണ്. ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യമല്ല. ഇപ്പോഴും ടീച്ചേഴ്സിന്റെ ബോധ്യം അങ്ങനെയാണെന്നല്ല പുറത്തു പറയേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ ഏറ്റവും ഇതെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് 5 രൂപയ്ക്ക് സ്കൂളിൽ നിന്ന് ബാഡ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അധ്യാപകർ തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു വരുന്ന ആൾക്കാർ കുറവാണ്. പ്രത്യേകിച്ച് മെയിൻ സ്റ്റാഫുള്ള സ്റ്റാഫ് റൂമിലാണെങ്കിൽ പെൺകുട്ടികൾ ചോദിച്ചു വരില്ല. അപ്പൊ ആ ഒരു ബോധ്യം മാറ്റിയെടുക്കാൻ ആദ്യം മെനക്കെടേണ്ടത് ആരാണ്? അധ്യാപകരാണ്. സ്കൂളിൽ നിന്നെങ്കിലും ആ ഒരു വിദ്യാഭ്യാസം കിട്ടണമല്ലോ. ചിലപ്പോൾ വീടുകളിൽ നിന്ന് ആ വിദ്യാഭ്യാസം കിട്ടണം നിർബന്ധമില്ല. പലരും പല കൺസെപ്റ്റിലുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് മെൻസ്ട്രുവേഷൻ ടാബു നിലനിൽക്കുന്ന വീടുകളാണ് ഇന്നും ഉള്ളത്. കാരണം തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു അപ്പൊ ഈ പറഞ്ഞായിട്ട് തന്നെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വിപ്രീന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പം ഇവൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവര് പെയിൻ കൂടിയിട്ട് അവർ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ അമക്കും. അങ്ങനെ
അമർത്തിയിട്ട് ഇങ്ങനെ ഇവർക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവര് നമ്മളെ ഇങ്ങനെ അമക്കുക. അപ്പൊ നമ്മുടെ കയ്യില് അത്രയും പാട് വരും. ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഇവര് തളരുക പറഞ്ഞാൽ ലിറ്ററലി തളർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇന്ന് ഈ നമുക്ക് അറ്റൻഡൻസിന്റെ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയായിരുന്നെങ്കിൽ എന്തേലും കുട്ടീനെ കൊണ്ട് നമുക്ക് ചെയ്യാലോ, അത് വീട്ടിൽ റെസ്റ്റ് എങ്കിലും എടുക്കുമല്ലോ. പക്ഷെ അപ്പോഴും ക്ലാസ്സിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉള്ളത്. അപ്പൊ ഞങ്ങള് അവളിങ്ങനെ സ്റ്റോറി കേട്ടപ്പോ ഞങ്ങള് മനസ്സിലിങ്ങനെ തോന്നുമായിരുന്നു, ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സമാധാനം, റിലാക്സ്ഡ് ആയതെന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ടും ഞാനൊക്കെ മെൻസ്ട്രുവേഷന്റെ സമയത്ത് എനിക്ക് ഭയങ്കര വേദനയാവുന്ന സമയത്ത് ഒരുപാട് ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ ഭയങ്കര വേദനയായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ലീവ് പോകാൻ പറ്റില്ല, അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥ. ആ അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് ആദ്യം ടീച്ചർമാർ എന്താ പറയാ, 2 ദിവസത്തെ ക്ലാസ് മിസ്സാവരുത് കേട്ടോ, മിസ്സായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ല. കാരണം എല്ലാ മാസവും നമ്മൾ 2 ദിവസം മിസ്സാവുന്ന പറഞ്ഞാൽ അത്രയും ക്ലാസ് മിസ്സാവുകയാണ്. അത് എന്തൊരു കൺസെപ്റ്റാന്ന് നമുക്കൊരു പനി വരുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം മെൻസ്ട്രുവേഷൻ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, ചിലർക്ക് ഇത് മനസ്സിലാവില്ല, ചിലർക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്. അല്ലാത്തവരെ നമ്മള് അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്, നിർബന്ധിതാവധി അല്ല ഇത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സൗകര്യത്തിന്. പിന്നെ അതുകൊണ്ട് നമ്മൾ അവസരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, അവരെ ഇതിൽ നിന്ന് മാറ്റി. ഈ അധ്യാപകരുടെ കാര്യം പറഞ്ഞ സത്യത്തിൽ ഒന്ന് ഇതുണ്ട്, ഒന്ന് അവര് തന്നെ ആ ടാബ് മാറ്റാൻ തയ്യാറാവുന്നില്ല. 2 എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഈ വീക്കിലി ക്യാച്ചപ്പ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞത് അധ്യാപകർക്ക് വലിയൊരു ബാധ്യതയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇങ്ങനെ മെൻസ്ട്രുവേഷനായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം ക്യാച്ചപ്പ് ക്ലാസ് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വേദന. അപ്പൊ അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവരുമായിട്ട് അധ്യാപക സംഘടനകളുമായിട്ട് കൂടെ ആലോചിച്ചിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യാൻ മാത്രമാണ് എനിക്ക് തോന്നാറുള്ളത്. അതിന് സമത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും, പല അവസരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അനുഭവിച്ചതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഒരു ദിവസം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയാൽ നല്ല കാര്യമാണ്. അത് ഒരിക്കലും ഒരു ഇനീക്വാളിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ടാബു ആയിട്ടോ ഒന്നും കണക്കാക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾക്കൊരു എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം. ജൈവികമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെക്കേണ്ട, ഷെയിമായിട്ട് നാണിക്കാൻ മാത്രമുള്ള കാര്യം. ആൾക്കാർ വളരെ സ്വതന്ത്രമായിട്ട് എനിക്കിന്ന് പീരീഡ്സ് ആണെന്നും എനിക്ക് പാഡ് വേണമെങ്കിൽ എനിക്ക് പാഡ് ഇന്ന പാഡാണ് ചേട്ടാ വേണ്ടെന്ന് പറയാനും, എനിക്കിത് പൊതിഞ്ഞു തരണ്ടെന്ന് പറയാനും, തരുന്നവർക്ക് ഇതൊന്നും പൊതിയാതെ സ്വതന്ത്രമായിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആവശ്യമുള്ള കുട്ടികൾക്ക് നാപ്കിൻ വാങ്ങിക്കുന്നത് ആരെങ്കിലും പൊതിയുമോ? ഞാൻ പറഞ്ഞ അതൊരു അതിന്റെ ഭാഗമായിട്ട് അങ്ങ് വളരെ യൂഷ്വൽ ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള സംഗതിയായിട്ട് എടുക്കണമെങ്കിൽ ഇതിനെ മാത്രം എന്തോ പൊതിഞ്ഞു വെക്കേണ്ട സംഗതി എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത് ഇനിയെങ്കിലും മാറട്ടെ. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ചെറുപ്പം മുതലേ ആൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഈ ഒരു ക്രൈസിസിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടാണ് നോർമലായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ മെയിൽ ആയിട്ടുള്ള ഫ്രണ്ട്സിന് അറിയാം, അവർക്ക് ആ ഒരു സമയത്ത് അവർ അത്രയും ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിനിലൂടെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രണ്ട്സിന് അറിയാം. അപ്പൊ ചെറുപ്പം പോലെ അത് മനസ്സിലാവുകയാണെങ്കിൽ അവർക്കും കുറച്ചും കൂടി ആ ഒരു ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനൊക്കെ ഒരു പക്ഷെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇതിനെനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് കൊണ്ടുവന്നതിലൂടെ കുറച്ച് നല്ലതാണ്. കാരണം ആ ടാബിനെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ തകർക്കുന്നത്. അങ്ങനെ കുട്ടികളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഏറ്റവും ജെൻസി എന്നൊക്കെ പറഞ്ഞ കിഡ്സിന് പോലും ഞാൻ പറയുന്നത്, പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പോലും ഉണ്ടാവുന്നിട്ടുള്ളൊരു ഈ മെൻസ്ട്രുവേഷന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് പറയാൻ വേണ്ടിയാണ് അവരുടെ ശബ്ദം താഴെ, ഇല്ല എന്തോ രഹസ്യമായിട്ട് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ക്രാംസ് ആണ് ചിലരെങ്കിലും തുറന്നു പറയും. പക്ഷെ ചില കുട്ടികൾക്ക് ഇപ്പോഴും അതൊക്കെ പറയണം. ബാക്കി എല്ലാ ആറ്റിറ്റ്യൂഡിലും അവർ ഭയങ്കര പ്രോഗ്രസീവ് ആയിരിക്കും. ഈ കാര്യത്തിൽ മാത്രം അവർ വീണ്ടും ആ ടാബിന്റെ ഉള്ളിലേക്ക് പോകണം. ശരിക്കും അത് തീർക്കേണ്ടത്, ഞാൻ ഇന്നലെ എനിക്ക് മെൻസ്ട്രുവേഷൻ ആയിരുന്നു, എനിക്ക് വരാൻ പറ്റില്ല, അത് പറയാൻ ഉള്ള ഒരു അത് ഒരു രീതിയിലുള്ള എന്താ പറയാ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ പറയാൻ പറ്റുകയെന്നുള്ളതിലാണ്. ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കാനും പറ്റുക എന്നുള്ളതിലാണ് നമുക്ക് ഇനി അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് തന്നെ നമുക്കിത് മുന്നോട്ട് പോട്ടെ. ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട ടാബുകൾ അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇരു കൈകളും നീട്ടി ഞാൻ തീരുമാനിക്കുകയാണ്.